ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, സാറേ വീട്ടിൽ ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ഞാനും എൻ്റെ ഭർത്താവും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷവും, പക്ഷെ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവുകയും പരസ്പരം കലയിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് ഒരുപാട് കപ്പിൾസ് പറയുന്നു. വീട്ടിലേക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ശൂന്യമായ വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കാം. കെട്ടിക്കിടക്കുന്ന മാറാലകളെല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീബുദ്ധന്റെ സ്റ്റാച്ചു വീട്ടിൽ വെക്കുമ്പോൾ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, സാറേ വീട്ടിൽ ഒരു സമാധാനമില്ല, സന്തോഷമില്ല. അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷവും എല്ലാമാണ്. പക്ഷെ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവുകയും പരസ്പരം കലയിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് ഒരുപാട് കപ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇത് കപ്പിൾസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങൾ തങ്ങളിൽ ചില വീടുകളിൽ അമ്മയും മക്കളുമായിട്ട് വഴക്കാണ്, ചില വീട്ടിലെന്ന് പറഞ്ഞാൽ വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് മാറി ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വീട്ടിനകത്ത് ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഫർണിച്ചറുകൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ശൂന്യമായ വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കാം. കെട്ടിക്കിടക്കുന്ന മാറാലകളെല്ലാം ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് കലക്കിയ വെള്ളം വീടിനകത്തെല്ലാം കുടയാം. അതേപോലെ തന്നെ നമുക്ക് റോസ് വാട്ടറിൽ വീട്ടിലേക്ക് കുടയാവുന്നതാണ്. കുന്തിരിക്കം ഗ്രാമ്പൊക്കെ ഒന്ന് പൊടിച്ച് പോയിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി തരും. അതുപോലെ വീട്ടിൻ്റെ കലഹം ഒഴിവാവാനായിട്ട് വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് സൂക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു നമുക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു, ഇപ്പോൾ ആരും പറയും, സാറേ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എനിക്ക് കിച്ചണാണ്, അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എനിക്ക് ടോയ്ലറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറി ഉണ്ടല്ലോ, ആ സ്വീകരണ മുറിക്ക് ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു വയ്ക്കാം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു വീട്ടിൽ വയ്ക്കുമ്പോൾ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഇനി സ്റ്റാച്ചു വാങ്ങിക്കാനായിട്ട് കാശില്ല, നിങ്ങൾക്കൊരു ഫോട്ടോ വയ്ക്കാം. ആ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഫോട്ടോ വയ്ക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് അവിടെ വയ്ക്കാം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം. ഇനി സാറേ നമുക്ക് കപ്പിൾസുകൾ തങ്ങളിലാണ് ഒരു കലഹം നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഒരു ജോഡി മണ്ടേരിയൻ ഡക്കിൻ്റെ സ്റ്റാച്ചു വയ്ക്കാം. 2 ഇണത്താറാവുകൾ ഒരേ ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ പരസ്പരം നോക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കുക. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കപ്പിൾസ് ഉണ്ടെന്ന് വെച്ചു, ഇപ്പോൾ അനിയനും ജ്യേഷ്ഠനും, അവർ രണ്ടിനും വിവാഹം കഴിച്ച് ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ബെഡ്റൂമിൽ 2 എണ്ണം വെക്കണമെന്നില്ല, വെച്ചാലും നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് 2 കപ്പിൾസിനും വേണ്ടിയിട്ട് എവിടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വേണമെങ്കിലും നമുക്കിതുപോലെ വയ്ക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. എല്ലാ വർഷവും ഒരു വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ കലഹത്തിൻ്റെ ഒരു നക്ഷത്രമുണ്ട്, സമ്പത്തിൻ്റെ നക്ഷത്രമുണ്ട്, തൊഴിലിൻ്റെ നക്ഷത്രമുണ്ട്, അതുപോലെ കലഹത്തിന് ഒരു നക്ഷത്രമുണ്ട്. 2025 കലഹത്തിൻ്റെ നക്ഷത്രം വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. നിങ്ങൾക്ക് വീടായാലും ഓഫീസായാലും എന്ത് സ്ഥാപനമായാലും ലോകത്തെല്ലായിടത്തും, ഇപ്പോൾ ദുബൈയിലായാലും ശരി തന്നെ, അത് കാനഡയിലായാലും ശരി തന്നെ, ഇന്ത്യയിലായാലും ശരി തന്നെ, ചൈനയിലായാലും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്പർ 3 വന്നിട്ടുണ്ട്. ഇത് കോറൽ സ്റ്റാർ ആണ്. അപ്പോൾ അവിടെ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ എൻട്രൻസ് ഉള്ളവർക്ക് ഇത് സാരമായ രീതിയിൽ ബാധിക്കും. അത് ഒഴിവാകാനായിട്ട് 4 സ്ക്വയർ ഫീറ്റ്, അതായത് 2 അടി നീളവും 2 അടി വീതിയും വരുന്ന 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ്, അതിൽ മറ്റ് കളറുകളൊന്നും ആഡ് ചെയ്യേണ്ട, പക്ക റെഡ് വാങ്ങിച്ചവിടെ ഇടാം. റെഡ് മാറ്റ് കിട്ടിയില്ലെങ്കിലോ ഒരു റെഡ് ക്ലോത്ത് അവിടെ വിരിച്ചാലും അത് വർക്ക് ചെയ്യും, അവിടെ ആ ഒരു പ്രശ്നം ക്യൂറാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.